ഹലോ, വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ഓരോ പോസ്റ്ററിലും ഇതിൻ്റെ ഓരോ ടാഗ് ലൈനുകളും നമ്മളോട് പറയുന്നത്. ഇങ്ങനെയെങ്കിലും ചില ആളുകൾക്കെങ്കിലും മെസ്സേജ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സമയം മാറ്റിവെച്ച് ഇതൊക്കെ ചെയ്തത്. നമ്മുടെ പ്രകൃതി, നമ്മുടെ ചുറ്റുപാടെല്ലാം, നമ്മുടെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ മനുഷ്യന്മാരായ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ശ്രദ്ധയും ഇല്ലാണ്ട് ഇപ്പൊ ഒരു സിനഗി വലിച്ചറിയുന്നത് വരെ ലാഘവത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള കടലും കടൽ തീരങ്ങളും ഒരിക്കലും എവിടെയും ഉണ്ടാവൂല. അതിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ പരിമിത ഫലങ്ങൾ തിരിച്ച് നമ്മൾക്ക് പ്രകൃതി തന്നെ തിരിച്ചു തരും. നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ ചുറ്റിലുള്ളത് പോലും നമ്മൾ പരിഗണിക്കാണ്ട്, മനുഷ്യനെന്ന് വെച്ചാൽ എപ്പോഴും ആർത്തിയായിരിക്കും. എത്ര കിട്ടിയാലും മതിയാവാത്ത ആർത്തി, കിട്ടുന്നത് പോലെ പിന്നെയും കിട്ടണമെന്നുള്ള ആർത്തി മനുഷ്യന്മാർക്കാണ്. അതിലെല്ലാം പ്രകൃതിക്ക് ഏത് രീതിയിൽ ദോഷം വന്നാലും നമ്മൾക്ക് ദോഷം വരുന്നു എന്നുള്ളൊരു ബോധം പോലും നമ്മൾക്കുണ്ടാവില്ല. എല്ലാം നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് തന്നെയും കിട്ടണമെന്ന് കരുതി കടലായാലും പ്രകൃതി ആയാലും എല്ലാം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. ഒരു അറുമ്പ് നമ്മളെ ഒരു കൂട്ടത്തിൽ നിന്ന് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച ഒരു അറുമ്പിന് മാത്രമല്ലല്ലോ നമ്മൾ കൊല്ലുക, എല്ലാ അറുമ്പിനെയും കൊല്ലും. നമ്മൾ കുറച്ച് ആളുകൾ അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആർത്തി കാരണം ചെയ്യുന്ന പല കാര്യങ്ങളും പല ആളുകളും അനുഭവിക്കേണ്ടി വരും. പിന്നീട് അയ്യോ പഠിച്ചവന് കാരണമില്ലല്ലോ, ദൈവത്തിന് കാരണമില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ച് 10,000-കണക്കിന് ആളുകൾ നശിക്കുന്നത്? പ്രകൃതി ആ ഒരു രീതിയിലേക്കായിരിക്കും മാറുക. ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ ഒരു പ്രകൃതി ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ. വരൂല എന്ന് സമാധിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മുടെ ചുറ്റുപാടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, അത് നമുക്ക് പ്രകൃതിയോട് എല്ലാ ജീവജാലങ്ങളോടും ഒരു കരുണയും വാത്സല്യവും നമ്മൾക്ക് ഫീൽ ചെയ്യണം. ഇതൊക്കെ വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണം കരയിലും കടലിലും കുഴപ്പങ്ങളും അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ഫലം അവരെ ആസ്വദിപ്പിക്കാനാണ്. ചിലപ്പോൾ അവർ മടങ്ങി വന്നാലോ. ഇമാം അഹമ്മദ് തങ്ങൾ മുസ്നദിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകാവസാനം ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കുഴിച്ചിടണം. ഇതിലും ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതെല്ലാം പ്രതീക്ഷയുടെയും പരിസ്ഥിതി ഉത്തരവാദിത്വത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്.